ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നോർമൽ മെഷീൻ എങ്ങനെയാണ് ചവിട്ടി പഠിക്കുന്ന സിമ്പിൾ ട്രിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടായിരുന്നു അടുത്ത വീഡിയോയിൽ നമുക്കിനി നൂലിടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് അടിനൂലിടുന്നതെന്നും മുകളിൽ സൂചിയിൽ നൂലിടുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെഷീനിൽ നോർമൽ മെഷീനിലുള്ളതാണ് കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം കാണി എന്ന് പറയും. നമ്മൾ ഇത്രത്തോളം അകലം വേണം, അകലം വിട്ടാണ് നമുക്ക് സ്റ്റിച്ച് വീഴുന്നതൊക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, 30 വന്നു കഴിഞ്ഞാൽ നല്ല അടുപ്പിച്ചടുപ്പിച്ചുള്ള കുഞ്ഞായിട്ടുള്ള സ്റ്റിച്ചായിരിക്കും വീഴുന്നത്. പിന്നെ ഇത് താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് സ്റ്റിച്ച് വീഴും കേട്ടോ. അപ്പോൾ റിവേഴ്സായിട്ട് പോകും. ഇതൊക്കെ ആദ്യമേ പറയുന്നവർക്കൊന്നും മനസ്സിലാവില്ല എന്നറിയാം. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ തുടങ്ങുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ലെങ്ത്തും കാര്യങ്ങളും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പോൾ അത് ഏറ്റവും മുകളിൽ 7 കണ്ടോ, നമുക്ക് ആ ഒരു 7 കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടുള്ള സ്റ്റിച്ച് വീഴും കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം 10നും 15നും ഇടയിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത്രയും അടുപ്പിച്ചുള്ള സ്റ്റിച്ച് മതി. അപ്പം 15ലും അല്ല നിൽക്കുന്നത്, അത് രണ്ടിനെയും നടുക്കാണ് കേട്ടോ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുള്ളത് ഇടുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നൂലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മെഷീൻ്റെ മുകളിൽ 2 സ്റ്റാൻഡ് കണക്കുണ്ട്. അപ്പോൾ ഞാൻ വീലിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ അതേ നൂലിട്ടിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നൂല് വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ നൂലിട്ട് കൊടുക്കാൻ. നമുക്ക് നൂല് പൊട്ടാതെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ല നമ്മൾ തിരിച്ചിടരുതോട്ട്, തിരിച്ചിട്ട് കഴിഞ്ഞാലും പ്രശ്നമാകും. അപ്പോൾ അതെങ്ങനെ അവിടെ നിന്ന് നമ്മളിപ്പോൾ നൂലിടുമ്പോൾ ഇതുപോലെ തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ കണ്ടോ, ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അത് ഇങ്ങനെ ആയിരിക്കും നൂല് പോകുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെ പോകാൻ പാടില്ല. ഞാൻ നേരത്തെ ആദ്യം ഇട്ടല്ലോ, ആ രീതിയിലാണ് നമ്മൾ നൂലെടുക്കുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇടുമ്പോൾ കണ്ടോ, നൂലിത് ഇവിടെ നല്ല ഇങ്ങനെയാണ് പോകുന്നത് കണ്ടില്ലേ. നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ നിന്നാണ് ഇതായി കണ്ടോ ഇതുപോലെ നൂല് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നൂലിട്ടിട്ട് അതിൻ്റെ തുമ്പെടുക്കുക കേട്ടോ. ഫസ്റ്റ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു വെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെട്ടിൽ നമ്മൾ ആദ്യമേ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ട് കൊണ്ടുപോകാം കേട്ടോ. താഴോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ടെൻഷനുണ്ട് കേട്ടോ. ഇതിന് ടെൻഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നൂലിടുന്ന മാത്രം കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനകത്തോടെ നമ്മൾ റൗണ്ടിന് നൂലിട്ട് എടുക്കണം കേട്ടോ. കണ്ടോ ഇതുപോലെ റൗണ്ടായിട്ട് അതിൻ്റെ ആ റൗണ്ട് അനുസരിച്ച് നമ്മൾ നൂലിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് അപ്പുറം വശത്തുനിന്ന് കണ്ടോ, ആദ്യം നമ്മൾ ഈ ഒരു വെട്ടിലിടുക കേട്ടോ, അവിടെ ഇടുക. എന്നിട്ട് താഴത്തേക്ക് വലിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ആദ്യം അപ്പുറം വശത്ത് കേട്ടോ, അപ്പുറം വശത്ത് ഈ റിങ് പോലുള്ളതിനകത്ത് അപ്പുറം വശത്ത് ഇതുപോലെ കറക്റ്റ് കൊണ്ടുവന്ന് കണ്ടോ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ എടുക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ ഈ ടെൻഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയാൽ കണ്ടോ, ആ ഒരു ടെൻഷനും കൂടിയാണ് റൗണ്ടായിട്ട് കറങ്ങിയാണ് നമ്മൾ നൂല് വരുന്നത് കേട്ടോ. ഇനി മുകൾ ഭാഗത്തും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം കണ്ടോ. ഇതിപ്പോൾ മുകളിലോട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ. നമ്മൾ വീല് കറങ്ങുന്ന അനുസരിച്ച് ഇത് മുകളിലോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വീലിപ്പോൾ ഞാൻ നിർത്തിയിരിക്കുന്ന ഒരു പൊസിഷൻ വെച്ചിട്ട് ഇത് മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നൂല് അവിടെ ആ ഒരു ഹോളിൽ കൂടി ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ താഴോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു നൂല് ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ താഴോട്ട് മേലോട്ട് ഇത് പോവും. അപ്പോൾ ഞാൻ വീല് വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കണ്ടോ ഈ ഒരു വെട്ടിലാണ് നമ്മൾ നൂലിട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ടെൻഷനിൽ കൂടെ നമ്മൾ കറക്കി നൂലെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലാണ് എടുക്കാനുള്ളത് കണ്ടോ. ഇനി താഴെ വേറൊരു റൗണ്ട് കൂടി ഉണ്ട്. അപ്പം ആ ഒരു റൗണ്ടിൽ കൂടെ നമുക്ക് നൂലിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിൽ കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഈ ഹോളിലെല്ലാം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലെല്ലാം ആണ് കേട്ടോ നമ്മൾ നൂലിട്ടെടുക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് കറക്റ്റിന് സ്റ്റിച്ച് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കറക്റ്റ് സ്റ്റിച്ച് കിട്ടത്തില്ല, നൂല് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ടോ ഇതുപോലെ നൂല് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ ഇടുക കേട്ടോ. കുരുങ്ങാൻ പാടില്ല കേട്ടോ, നൂല് കുരുങ്ങരുത്, കറക്റ്റിന് ഇട്ടെടുക്കുക. അപ്പോൾ ഇതുപോലാണ് വന്നിട്ടുള്ളത് കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൂചിയുടെ തൊട്ട് മുകളിൽ ജസ്റ്റ് ഒരു വളയം കൂടി ഉണ്ട് കേട്ടോ, അവിടെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൂചിയിൽ നൂലിടണം കേട്ടോ. അപ്പോൾ സൂചി കുറച്ചൊന്ന് താന്നിരിക്കുകയാണ്, ലാസ്റ്റായിട്ട് സൂചിയിൽ ഇട്ടാൽ മതി. അപ്പോൾ സൂചി കുറച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീലൊന്ന് ജസ്റ്റ് മുമ്പോട്ട് കറക്കി കൊടുക്കുക കേട്ടോ. കറക്കുമ്പോൾ നമ്മുടെ സൂചി താഴോട്ടിറങ്ങി പോകുമ്പം വീണ്ടും മുകളിലോട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വീല് കറക്കിയാൽ മതി, മുകളിലോട്ട് കയറി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വെട്ടത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ടോർച്ചടിച്ച് തരികയാണ് കേട്ടോ, ടോർച്ചടിച്ച് കാണിച്ച് തരികയാണ്. അപ്പോൾ കണ്ട് നമ്മൾ ഈ റൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് സൂചിയിൽ കൂടെ ഒന്ന് ഇടാൻ കേട്ടോ. കണ്ടത് കുഞ്ഞു ഹോളാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് തന്നെ നിങ്ങളത് ഇതുപോലെ നൂല് സൂചിയിലിടുക. അപ്പോൾ ഇതുപോലെയാണ് സൂചിയിൽ നൂലിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ നൂലൊന്ന് വലിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഫോൺ വെച്ചിട്ടാണ് ഇട്ടതെല്ലാം എടുക്കുക. ചെറിയൊരു
ഷേക്കിങ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അടിനൂല് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് മാറ്റിയാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇത് അടിനൂല് ഞാൻ മാറ്റിയിട്ടുണ്ട് കണ്ടോ. അടിനൂലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം മുകളിൽ നൂല് നമ്മളിങ്ങനെയാണ് കേട്ടോ സൂചിയിൽ നൂലിടുന്നത്. ദേ ഇതുപോലാണ് കണ്ടോ. ഇപ്പോൾ ഒരു നൂലിടാം, അടിനൂല് ഇട്ടിട്ടില്ല. അപ്പോൾ അടിനൂലിടാൻ വേണ്ടുന്ന സംഭവങ്ങളുണ്ട്. ഇതാണ് ബോബിൻ കേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ബോബിൻ കേസ്, ഇത് ബോബിനാണ് കേട്ടോ. നമ്മൾ ബോബിനിലാണ് നൂല് ചുറ്റുന്നത്. ഈ നൂല് ചുറ്റി വെച്ചിരിക്കുന്നതിൻ്റെ പേര് ബോബിനാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനം മേടിക്കുന്ന കടയിലെല്ലാം കിട്ടും കേട്ടോ. നമുക്ക് പോയി മേടിക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം അവിടെ കിട്ടും. ബോബിൻ കേസൊക്കെ. അപ്പം നമ്മൾ ഈ ബോബിനിലാണ് നൂല് ചുറ്റുന്നത്. ബോബിനിൽ നൂല് ചുറ്റി എന്നിട്ട് ബോബിൻ കേസിൽ ഇട്ടിട്ടാണ് നമ്മൾ അടിയിലിടുന്നത് കേട്ടോ, അടിനൂലായിട്ട് ഇടുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഒന്ന് നമ്മൾ നൂല് ബോബിനിൽ നൂല് ചുറ്റിയതിന് ശേഷം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരണം കേട്ടോ. ബോബിനിലെ നൂല് ഇങ്ങനെ ത്രെഡ് നമ്മുടെ നേരെ ഇങ്ങനെ കറങ്ങുന്നത് നമ്മുടെ നേർക്കായിരിക്കണം ഫ്രണ്ടിലോട്ട്. എന്നിട്ട് ആദ്യം ആ ഒരു വെട്ടിലിട്ട ശേഷം കണ്ടോ, ഇതുവഴി ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇങ്ങനെ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. ജസ്റ്റ് ഭയങ്കര ടൈറ്റ് ആവരുത്, ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കും. നമുക്ക് വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നൂല് വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ബോബിനിൽ കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊക്കാനും നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോബിൻ ഇടുകയും എല്ലാം ഇടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഞാൻ ബോബിനിൽ എങ്ങനെ നൂല് ചുറ്റുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ നൂല് ചുറ്റി വച്ചിട്ടുള്ളതുകൊണ്ട് ഇതിൽ ചുറ്റി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വേറൊരു ബോബിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോബിനാണ് കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോബിനാണ് എൻ്റെ ഉള്ളത്. അപ്പം ഞാൻ ഇതിലിപ്പോൾ നൂലൊന്നുമില്ല. അപ്പം ഇതിൽ ഞാൻ എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മറ്റേതിൽ ഓൾറെഡി നൂലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ നമ്മൾ നൂല് ചുറ്റുമ്പോൾ ഒരിക്കലും സൂചിയിൽ നൂലിടരുത് കേട്ടോ. സൂചിയിൽ നൂലിട്ടിട്ട് ചുറ്റാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ ഞാൻ സൂചി നൂലിടുന്നതിന് മുന്നാണ് കേട്ടോ ബോബിനിൽ നൂലിട്ട് അടിനൂല് ഇടുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ബോബിനിൽ നൂല് ചുറ്റാൻ ഇതുപോലെ സൂചിയിൽ എങ്ങനെ നൂല് ഇടാൻ വയ്ക്കുന്നോ അതുപോലെ തന്നെ വയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്തെ കമ്പിയിൽ കൂടെ ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ബോബിൽ 2-3 ചുറ്റിട്ട് എടുക്കണം കേട്ടോ. ഒരു 2-3 നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2-3 ചുറ്റിട്ട് എടുക്കാം കേട്ടോ. ചുറ്റിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു നൂല് കണ്ടില്ലേ, നമ്മളെ നൂല് നമ്മുടെ സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് ആണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഫ്രണ്ടിലോട്ട് വേണം താന്ന് കിടക്കാനായിട്ട് നൂല്. ആ രീതിയിൽ വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ആദ്യം അവിടെ ഒന്ന് കൊരുക്കുക. നമ്മൾ നൂലിട്ട് ഫസ്റ്റ് ആ ഒരു കമ്പിയിലൂടെ നമ്മൾ കൊരുത്തെടുക്കാം. എന്നിട്ട് താഴെ നമ്മുടെ എല്ലാവരും മെഷീനിൽ കാണുമായിരിക്കും. ഇവിടെ ഒരു ജസ്റ്റ് ഒരു നോബുണ്ട് കേട്ടോ വളഞ്ഞിരിക്കുന്നത്. അതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുരുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇത് നമ്മൾ ബോബിലിൽ നൂല് ചുറ്റുമ്പോൾ കറക്റ്റ് രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്, കുരുങ്ങാതൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ബോബിലിന് ചുറ്റിയിട്ട് കണ്ടോ, ഇതുപോലെ ബോബിലിൽ 2 ചുറ്റി ഇതുപോലെ വരണം കേട്ടോ. നൂല് ഇതുപോലെ രീതി ഇരിക്കണം, നമ്മുടെ ഫ്രണ്ടിലോട്ടായിരിക്കണം നൂലിരിക്കേണ്ട. എന്നിട്ട് അല്ലാതെ ഒരിക്കലും പുറകിലോട്ട് പോകാൻ പാടില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മുടെ സൈഡിലോട്ട് വേണം നൂല് കിടക്കാനുള്ളത്. അല്ലാതെ ഒരിക്കലും കണ്ടോ ഇതുപോലെ ബാക്കിലോട്ട് കിടക്കാൻ പാടില്ല കേട്ടോ. നൂലിൻ്റെ തുമ്പ് ബാക്കിലോട്ട് ആവാൻ പാടില്ല. ബോബിൻ കേസിൻ്റെ നമ്മുടെ ബാക്കിലോട്ട് ആവാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ടിലോട്ട് തന്നെ നൂല് കിടക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ഒരു നോബിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇത് ഈ ഒരു പൊസിഷൻ നോബിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നോബ് ബോബിൻ കേസിൽ നൂല് ചുറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ നൂല് ഇവിടെ ഇട്ടിട്ടുണ്ട്. നൂലിട്ട് നമ്മളെങ്ങനെ സൂചിയിലെ നൂല ഇടുന്ന കണക്ക് ഇടുക. എന്നിട്ട് ഈ 2 സ്ഥലത്തും കൂടെ നൂലൊന്ന് കൊരുത്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ചുറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുരുങ്ങാണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ കണ്ടോ നൂലുണ്ട് ഇതുപോലെ കിടക്കാം നമ്മളെ ഫ്രണ്ടിൽ. കണ്ടോ നമ്മുടെ ഈ ഒരു നോബ് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു വീല് കറങ്ങുമ്പോൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബുഷും കറങ്ങാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ബോബിനിൽ നൂല് ചുറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീല് കറങ്ങുമ്പോൾ നമ്മളിത് ഇതുപോലെ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ചവിട്ടുകയാണ് നമ്മൾ. വീല് ആദ്യം ചവിട്ടി പഠിച്ചാൽ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. ചവിട്ടി പഠിച്ചിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ വീല് കറങ്ങണം, ബാക്കിലോട്ട് കറങ്ങരുത് കേട്ടോ. വീല് ഫ്രണ്ടിലോട്ട് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ. എന്നിട്ട് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ബുഷ് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങുമ്പോൾ കണ്ടോ നമ്മളെ നൂലിങ്ങനെ കറക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ കറങ്ങി ചുറ്റുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക കുരുങ്ങാതെയൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ചുറ്റി കിട്ടും കേട്ടോ. എവിടെയെങ്കിലും കുരുങ്ങിപ്പോലെ നമുക്ക് പൊട്ടിപ്പോകും നമ്മൾ സ്റ്റിച്ച് ചെയ്യിടുമ്പോൾ. കണ്ടോ ഇതുപോലെ കറക്റ്റിന് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നൂല് വേണം നോക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് അത്രയും ചുറ്റിയെടുത്തതിന് ശേഷം പ്രസ് വിട്ട ശേഷം കണ്ടത് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ബുഷ്. അപ്പോൾ ഇനി ചുറ്റില്ല. എന്നിട്ട് നമ്മളിത് കറക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം നൂല് വിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നൂല് നമ്മൾ നീണ്ട് കിടക്കണം. എന്നിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിത് ബോബിൻ കേസിലോട്ട് ഇടുമ്പോഴും നമ്മുടെ കണ്ടോ നൂലിങ്ങനെ ഫ്രണ്ടിലോട്ട് വേണം വരാൻ. നമ്മുടെ നേർക്ക് ഫ്രണ്ടിലോട്ടായിരിക്കണം, ബാക്കിലോട്ട് പോകാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ബാക്കിലോട്ട് ആവാൻ പാടില്ല. നമ്മൾ ബോബിലിൽ നൂല് ചുറ്റാൻ നേരം നമ്മുടെ നേർക്ക് തന്നെ ആയിരിക്കണം കേട്ടോ വരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബോബിൽ നൂല് ചുറ്റുമ്പോൾ എനിക്കൊക്കെ എപ്പോഴും ആദ്യം മാറിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോളുക. എന്നിട്ട് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു വെട്ടിലിടുക. എന്നിട്ട് കണ്ടോ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോബിൻ കേസിൽ ബോബിൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എങ്ങനെ ഇത് അടിനൂലുമായിട്ട് ഇടുന്നതെന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ അടിനൂലായിട്ട് ഇടുന്ന കണ്ടോ, ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബോബിനകത്ത് നൂലിട്ടിട്ട്. പിന്നെ ഇത് ഇവിടുത്തെ കണ്ടോ, ഇതിങ്ങനെ ഒരു ഈ ഒരു പ്ലേറ്റ് എന്ന് പറയും കേട്ടോ, സിൽവർ, അതിന് നമുക്ക് മാറ്റാൻ പറ്റും, പിന്നെ നീക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മൾ അടിയിൽ കൂടി കണ്ടോ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, കൈ ഇങ്ങനെ അടിയിൽ കൂടെ കൊണ്ട് നമ്മൾ ബോബിൻ കേസ് കൊണ്ടുവന്ന് ഇവിടെ ജസ്റ്റ് ഒരു ഹോളുണ്ട് കണ്ടോ, അത് നമ്മൾ ബോബിൻ കേസ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിൽ നൂലും കൂടെ വെച്ച് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒരു വെട്ട് കണ്ടോ മുകളിൽ, ആ ഒരു വെട്ടിൽ വേണം നമ്മുടെ ഈ ഒരു ബോബിൻ കേസിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഒരു വളഞ്ഞിരിക്കുന്ന മുകൾ ഭാഗം കണ്ടോ, ഇത് കറക്റ്റ് അവിടെ വരിക, അവിടെ കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോബിൻ കേസ് അവിടെ വീണിട്ടുണ്ട് കറക്റ്റായിട്ട്. എന്നിട്ട് നമുക്കിത് ഊരിയെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബോബിൻ കേസിൻ്റെ ഇതുപോലൊരു ഭാഗം നമുക്ക് പൊക്കാനും താക്കാനും പറ്റുന്ന ജസ്റ്റ് അതിൽ പിടിച്ച് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഊരിയും എടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നടുക്ക് കണ്ടോ ഒരു ഹോളുണ്ട്, റൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ വേണം നമ്മുടെ ഇതാണ്ട് ഇവിടെ കണ്ടോ, ഈ റൗണ്ട് വേണം ഇതുപോലെ കറക്റ്റ് വയ്ക്കാൻ കേട്ടോ. ഇങ്ങനെ വച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം മുകളിലത്തെ ബോബിൻ കേസിൽ മുകളിലത്തെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം കൂടി ഈ ഒരു ജസ്റ്റ് ഒരു വെട്ടുണ്ടല്ലോ, ആ വെട്ടിൻ്റെ അവിടെ വരണം കണ്ടോ. ഈ രീതിയിൽ കറക്റ്റ് നമ്മൾ ബോബിൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക, ബോബിൻ കേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടോ സെൻറ്ററിൽ പിടിച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി, കറക്റ്റ് അവിടെ വീണിട്ടുണ്ട് കണ്ടോ. ഇതുപോലാണ് നമ്മൾ ബോബിൻ കേസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് ബോബിൻ കേസ് ഇട്ടിട്ടും കുറച്ച് നൂലിങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ടേക്കണം കേട്ടോ, കാരണം നമുക്ക് അടിനൂല് മുകളിലോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ മുകളിൽ ഞാൻ നൂലിട്ടിട്ടുണ്ട് കണ്ടോ, മുകളിൽ ഞാൻ നൂലിട്ടിട്ടുണ്ട്. നൂലിട്ടതിന് ശേഷം നൂല് ജസ്റ്റ് നമ്മളൊന്ന് പിടിച്ചേക്കണം കേട്ടോ, നൂല് വിട്ട് പോകരുത് കേട്ടോ. എന്നിട്ട് നമ്മളെ വീല് ഫ്രണ്ടിലോട്ട് കറക്കാം. അപ്പോൾ നമ്മളെ സൂചി ഉണ്ടോ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോവും, താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ നൂല് വിട്ട് കൊടുക്കരുത്, ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കരുത്, നമ്മൾ ഒരു അത്യാവശ്യം ലൂസായിട്ടൊന്നും നൂല് വിടുകയും ചെയ്യരുത്. ആ രീതിയിൽ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് കറക്കി സൂചി മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുകളിലത്തെ നൂലില്ലേ അതിൽ ജസ്റ്റ് പിടിച്ച് പൊക്കി കൊടുക്കുക. അതേ അടിയിലത്തെ നൂല് വന്നിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൊണ്ടൊന്ന് വെട്ടം ടോർച്ച് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, വെട്ടത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതേ കണ്ടോ നമ്മൾ അടിനൂല് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ, നമ്മൾ മുകളിലത്തെ നൂലിൽ കുരുങ്ങി അത് മുകളിലോട്ട് വരും. അപ്പോൾ ഇതാണ് അടിനൂല് കണ്ടോ. അടിനൂലെന്ന് പറയുന്നത് നമ്മൾ ബോബിൻ കേസിൽ ഇട്ട നൂലാണ്. അപ്പോൾ കുറച്ച് ലെങ്തായിട്ട് ഇടുന്ന ഇതിനാണ്, ബോബിൻ കേസിൽ കുറച്ച് നീളത്തിന് ഇട്ടേക്കണം, അപ്പം നമുക്ക് മുകളിലോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുകളിലത്തെ നൂലും അടിയിലെ നൂലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. മുകളിലിട്ട നൂലാണ് നമ്മൾ സൂചിയിൽ കൂടിയുള്ളത്, അടിനൂലാണ് നമ്മൾ താഴ്ന്ന ഇപ്പോൾ വലിച്ചെടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ രണ്ട് നൂല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിത് രണ്ടും കൂടെ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൂലിടുന്നത് കേട്ടോ, മുകളിലും താഴെ നമ്മൾ നൂലിടുന്നത് ഇതുപോലാണ്. പിന്നെ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ബോബിൻ കേസിൽ അടിനൂല് ഇടാൻ നേരത്ത്, ബോബിൻ കേസ് ഇടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ടെങ്കിലേ നമുക്ക് നൂല് പൊങ്ങി വരാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു വളവ് കണ്ടോ, നിങ്ങൾ ഈ ഒരു വളവ് അതിൻ്റെ അകത്ത് കേട്ടോ ആ ഒരു നമ്മളിട്ട ഒരു നോബിൻ്റെ അവിടെ ജസ്റ്റ് ഒരു വെട്ടുണ്ടല്ലോ, നമ്മുടെ ബോബിൻ കേസിൻ്റെ ആ ഒരു നോബ്, ആ ഒരു വളഞ്ഞിരിക്കുന്ന നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെട്ടിൻ്റെ അവിടെ ഒരു തടസ്സവും വരരുത് കേട്ടോ. ഇപ്പോൾ അതേ ഇവിടെ ഒരു തടസ്സവും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ ഇരിക്കണം നമ്മളിതേ ഇങ്ങനെ വീല് കറക്കുമ്പോൾ, ഓക്കെ, വീലിങ്ങനെ ഓട്ടോമാറ്റിക് നമ്മൾ കറക്കണ്ട, ഓൾറെഡി കറക്കുമ്പോൾ നമ്മൾ ഓരോ തവണ നൂല് അടിനൂല് പൊട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. പൊട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ബോബിൻ കേസ് ഊരി എടുത്തിട്ട് ഇടുമ്പോൾ കണ്ടോ വീല് കറങ്ങുമ്പോൾ ഇതുപോലെ നമ്മുടെ ഈ വെട്ടിൻ്റെ അടുത്ത് മറയാൻ പാടില്ല കേട്ടോ, ഇതിങ്ങനെ കറങ്ങും കേട്ടോ. നമ്മളെ ബോബിൻ കേസിൻ്റെ അടിഭാഗത്ത് ബോബിൻ കേസ് ഇടുന്ന അവിടെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങി കണ്ടോ, ഇങ്ങനെ എപ്പോഴും നമ്മൾ വീല് കറങ്ങുമ്പോൾ അതും ഇങ്ങനെ കറങ്ങും. അപ്പോൾ കറങ്ങി ആ വെട്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ ഒരിക്കലും ബോബിൻ കേസ് ഇടരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നൂല് അടിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അടിനൂലിട്ടിട്ട് എപ്പോഴും മേലത്ത് നൂല് ഇടാനുള്ള കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചത് കൊണ്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഇപ്പോൾ അവിടെ വെട്ടൊന്നുമില്ല കേട്ടോ, അപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഒന്നും മറഞ്ഞിട്ടില്ല കേട്ടോ, കറക്റ്റ് തന്നെ മറയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വേണം നമ്മൾ ബോബിൻ കേസ് കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ഒന്ന് മറിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ ഇട്ട് കൊടുക്കരുത്, കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നൂല് കിട്ടാനും പാടായിരിക്കും. അതിന് ശേഷം വേണം എന്നിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് നമ്മൾ മേലത്തെ നൂലൊന്ന് പിടിക്കുക, എന്നിട്ട് മുകളിലത്തെ അടിനൂല് ഇട്ടതിന് ശേഷം മുകളിൽ നൂലിങ്ങനെ ഇട്ടെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നൂലൊന്ന് ലൂസായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക, വിടാതിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വീല് ജസ്റ്റ് കറക്കി കൊടുക്കുക. അപ്പോൾ സൂചി കറക്റ്റായിട്ട് പോകും കണ്ടോ. നമ്മൾ നൂല് ബാക്കിലോട്ട് ഇങ്ങനെ മൊത്തം വലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നൂല് സൂചി നിറങ്ങി എങ്ങ് പോകും. അപ്പം സൂചിയിൽ ഇട്ടാലേ നമുക്ക് അടിനൂല് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് പിടിച്ചാൽ മതി, സൂചി അടിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ അടിനൂല് കണ്ടോ ഇതുപോലെ നമ്മൾ വീല് കറക്കി കൊടുത്താൽ ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി കണ്ടോ. എന്നിട്ട് നമ്മൾ മുകളിലത്തെ നൂല് ജസ്റ്റ് പിടിച്ചൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ അടിനൂല് മുകളിൽ വന്നിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിനൂലും കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഇട്ട് അപ്പോൾ അടിനൂല് എപ്പോഴും ബോബിൻ കേസിനപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, അവിടെ മറയാൻ പാടില്ല കേട്ടോ. ആ ഒരു നോബിൻ്റെ ആ ഒരു ജസ്റ്റ് വെട്ട് വരുന്നിടത്ത് ഒന്നും മറയാൻ പാടില്ല. മറയുന്ന ടൈമിൽ നിങ്ങൾ ഇടരുത്. അത് മാറ്റിയതിന് ശേഷം നമ്മൾ വീല് ജസ്റ്റ് മുമ്പോട്ട് കറക്കിയാൽ മതി കേട്ടോ, അത് മാറിക്കോളും. വീല് കറങ്ങുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത്. അപ്പോൾ വീല് കറക്കിയാൽ മതി, അത് മാറും.
എന്നിട്ട് വേണം നിങ്ങൾ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ എങ്ങനെയാണ് നമുക്ക് മുകളിൽ സൂചിയിൽ നൂല് ഇടുന്നതെന്നും അതുപോലെ തന്നെ അടിനൂല് എങ്ങനെയാണ് ഇടുന്നതെന്നും ബോബിൻ കേസിൽ എങ്ങനെയാണ് ഇടുന്നതെന്നും അതുപോലെ നമ്മൾ ബോബിനിൽ എങ്ങനെ നൂല് ചുറ്റുന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കൊക്കെ ബൈ.